പുതുവർഷ ആഘോഷത്തിന് വിപുലമായ ഒരുക്കങ്ങളുമായി ദുബായും ഗൾഫ് രാജ്യങ്ങളും. ബുർജ് ഖലീഫയാണ് ആഘോഷങ്ങളുടെ പ്രധാന കേന്ദ്രം. വെടിക്കെട്ടിലും ആഘോഷത്തിലും ലോക റെക്കോർഡ് സൃഷ്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിവിധ നഗരങ്ങൾ. സുരക്ഷാ ക്രമീകരണങ്ങളുമായി ദുബായ് നഗരത്തിൽ 10,000 പോലീസുകാരെയും വോളണ്ടിയർമാരെയും വിന്യസിക്കും. ദുബായിൽ നിന്നും സുരേഷ് പുള്ളിമറ്റൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കരയിലും കടലിലും ആകാശത്തും ആഘോഷം. അതിരുകളില്ലാത്ത ആഘോഷത്തോടു കൂടിയാണ് ഗൾഫ് രാജ്യങ്ങൾ പുതിയ വർഷത്തെ വരവേൽക്കുന്നത്. UAE ആഘോഷ കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനം ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ കെട്ടിടമായ ബുർജ് ഖലീഫ തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്ന ആഘോഷം. UAE 32 ഇടങ്ങളിലായിട്ടാണ് പുതുവർഷ ആഘോഷം നടക്കുന്നത്. അതിൽ ലോക റെക്കോർഡ് സൃഷ്ടിക്കാനുള്ള 2 ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, അബുദാബിയിലെ സായിദ് ഫെസ്റ്റിവൽ നടക്കുന്ന അൽ വത്ഫയിൽ. രണ്ടാമത്തത് റാസൽ ഖൈമയിലെ അൽ മർജാൻ ദ്വീപുകളിൽ. അബുദാബിയിൽ 5000-ഓളം ഡ്രോണുകൾ ഈ അത്ഭുതകരമായിട്ടുള്ള ഷോയിൽ പങ്കെടുക്കും. അതോടൊപ്പം തന്നെയാണ് 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന കരിമരുന്ന് പ്രയോഗം, ലേസർ ഷോ, വെടിക്കെട്ടൊക്കെ തന്നെ അവിടെ നടക്കാൻ പോകുന്നത്. റാസൽ ഖൈമയിൽ 4.5 കിലോമീറ്റർ നീളത്തിലാണ് അൽ മർജാനിൽ ആഘോഷം നടക്കുക, കരിമരുന്ന് പ്രയോഗം നടക്കുക. അവിടെ തന്നെയാണ് ഏതാണ്ട് 15 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഡ്രോൺ ഷോയും ഉണ്ടാകും. ഇത് രണ്ടുമാണ് ലോക റെക്കോർഡ് സൃഷ്ടിക്കാനുള്ള ശ്രമം. ദുബായിയെ സംബന്ധിച്ചിടത്തോളം ദുബായിൽ പല ഇടങ്ങളിൽ ബുർജ് ഖലീഫ കഴിഞ്ഞാൽ പിന്നീട് ബുർജ് അൽ അറബ്, പാം ജുമൈറ, ഗ്ലോബൽ വില്ലേജ്, ക്രീക്ക്, ഫെസ്റ്റിവൽ സിറ്റി എന്നിവിടങ്ങളിൽ എല്ലാം തന്നെ വിപുലമായ പരിപാടികളോട് കൂടിയിട്ടാണ് ആഘോഷം. ഗ്ലോബൽ വില്ലേജിൽ 7 രാജ്യങ്ങളിൽ പുതുവർഷം പിറക്കുന്നത് അവിടെ ആഘോഷിക്കും. നഗരത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ദുബായിൽ ഏതാണ്ട് 10,000-ഓളം പോലീസുകാരെയും വോളണ്ടിയർമാരെയും വിന്യസിച്ചിട്ടുണ്ട്. ദുബായിൽ ഇന്ന് രാവിലെ തുടങ്ങിയിട്ടുള്ള പൊതുഗതാഗത സംവിധാനം അത് ചൊവ്വാഴ്ച രാത്രി വരെ നീണ്ടു നിൽക്കും. 40 മണിക്കൂറോളം തുടർച്ചയായി പൊതുജനങ്ങൾക്ക് മെട്രോ, ട്രാം സർവീസുകൾ ലഭിക്കും. 230ഓളം ബസ്സുകളും സൗജന്യ യാത്രയ്ക്ക് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ പോലും ഷാർജയിൽ ഇത്തവണ ആഘോഷ പരിപാടികളൊന്നുമില്ല. പലസ്തീനിൽ ദുരിതം അനുഭവിക്കുന്ന ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഷാർജയിൽ എല്ലാവിധത്തിലുള്ള പുതുവർഷ ആഘോഷ പരിപാടികളും ഒഴിവാക്കിയിട്ടുള്ളത്. ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ വലിയ ആഘോഷത്തോടു കൂടിയാണ് പുതുവർഷത്തെ ഇത്തവണ വരവേൽക്കുന്നത്.